ഹലോ മക്കളെ, നമുക്കിന്ന് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിൻ്റെ ബേസിൽ സോളിഡുകളെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാമെന്ന് നോക്കാം. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ ബേസിൽ നമ്മൾ സോളിഡുകളെ മൂന്നായി ക്ലാസിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്: കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. ഇതിൽ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോളിഡ് സബ്സ്റ്റൻസിനെ കണ്ടക്ടർ എന്ന് വിളിക്കണമെങ്കിൽ അതിൻ്റെ കണ്ടക്ടിവിറ്റി വളരെ കൂടുതലായിരിക്കണം. They should possess very high conductivity. അതിൻ്റെ കണ്ടക്ടിവിറ്റി റേഞ്ച് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കണ്ടക്ടർ ആണെങ്കിൽ അതിൻ്റെ കണ്ടക്ടിവിറ്റി റേഞ്ച് 10⁴ to 10⁻10 ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് ആയിരിക്കണം. അതായത് ഇറ്റ് ഷുഡ് possess എ വെരി ഹൈ കണ്ടക്ടിവിറ്റി. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ സോളിഡിനെ നമ്മളെന്ത് വിളിക്കുകയുള്ളൂ? കണ്ടക്ടർ. അടുത്ത വിഭാഗം നമ്മൾ പറഞ്ഞത് സെമി കണ്ടക്ടർ ആണ്. എന്താണ് സെമി കണ്ടക്ടർ? എ സോളിഡ് സബ്സ്റ്റൻസ് ഈസ് സെഡ് ടു ബി എ സെമി കണ്ടക്ടർ ഇഫ് ഇറ്റ്സ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഈസ് ഇൻ ബിറ്റ്വീൻ 10⁻⁻6 to 10⁴ ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ്. അതായത് ലോ കണ്ടക്ടിവിറ്റിയെ ആർക്കുണ്ടാവുള്ളൂ? സെമി കണ്ടക്ടേഴ്സിന് ഉണ്ടാവുള്ളൂ. 10⁴ കുറവ്. എത്ര വരെ കുറയാം? 10⁻⁻6 വരെ. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ഒരു സബ്സ്റ്റൻസിൻ്റെ കണ്ടക്ടിവിറ്റി എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സെമി കണ്ടക്ടർ. ഇതിലും കണ്ടക്ടിവിറ്റി കുറഞ്ഞാൽ നമുക്ക് പറയാം അതിന് കണ്ടക്ടിവിറ്റി ഇല്ല എന്ന് തന്നെ. അങ്ങനെയുള്ള സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻസുലേറ്റർ. They possess very poor conductivity and the conductivity will be in between 10⁻20 to 10⁻10 ohm inverse meter inverse. വളരെ വളരെ കുറഞ്ഞ കണ്ടക്ടിവിറ്റി ഉള്ള സബ്സ്റ്റൻസുകളെ, കണ്ടക്ടിവിറ്റി ഇല്ല എന്ന് തന്നെ പറയാം, അത്രയും കുറവ് കണ്ടക്ടിവിറ്റി ഉള്ള സബ്സ്റ്റൻസുകളെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്? ഇൻസുലേറ്റർ. കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ഓൾമോസ്റ്റ് എല്ലാ മെറ്റൽസും എന്താണ്? ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്. സെമി കണ്ടക്ടർ നമ്മുടെ 14th ഗ്രൂപ്പ് എലമെൻറ്റുകളാണ് സെമി കണ്ടക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാറ്. ജെർമേനിയം, സിലിക്കൺ തുടങ്ങിയവ. ഇൻസുലേറ്റേഴ്സ് ആയിട്ട് പ്ലാസ്റ്റിക്, റബ്ബർ, ഓൾമോസ്റ്റ് എല്ലാ പോളിമേഴ്സും എന്താണ്? ഇൻസുലേറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ഇനി സോളിഡ് സബ്സ്റ്റൻസുകൾ ഇങ്ങനെ കണ്ടക്ടർ, സെമി കണ്ടക്ടർ, ഇൻസുലേറ്റർ എന്നൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സിമ്പിൾ തിയറി നമ്മൾ പഠിക്കുന്നുണ്ട്. അത് ബാൻഡ് തിയറിയാണ്. ബാൻഡ് തിയറി ശരിക്കും ഒരു തിയറിറ്റിക്കൽ കൺസെപ്റ്റ് മാത്രമാണ്, അതിനൊരു എക്സ്പെരിമെൻ്റൽ പ്രൂഫും ഇല്ല. പക്ഷേ ആ തിയറി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ സബ്സ്റ്റൻസുകളെ കണ്ടക്ടർ, സെമി കണ്ടക്ടർ, ഇൻസുലേറ്റർ എന്നിങ്ങനെ വേർതിരിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്കിനി ബാൻഡ് തിയറി എന്താണ്? ബാൻഡ് തിയറി എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് സോളിഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് 2 ടൈപ്പ് എനർജി ബാൻഡ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു ബാൻഡിനെ നമ്മൾ പറയുന്നത് വാലൻസ് ബാൻഡ് എന്നും അടുത്തത് കണ്ടക്ഷൻ ബാൻഡ്. എന്തൊക്കെയാണ്? വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. ഇങ്ങനെ 2 എനർജി ബാൻഡ് ഏത് സോളിഡിലുണ്ട് എന്നാണ് ബാൻഡ് തിയറി പറയുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമുക്കൊരു സിലിക്കണിൻ്റെ ക്രിസ്റ്റൽ സോളിഡാണെന്ന് വിചാരിച്ചാൽ അതിൻ്റെ അകത്ത് സിലിക്കൺ ആറ്റത്തിൽ എത്ര ഇലക്ട്രോൺ ഉള്ളത്? അറ്റോമിക് നമ്പർ എത്രയാണ്? 14 ആണ്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള 14 ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണ്? 1s2, 2s2, 2p6, 3s2, 3p2. അപ്പോൾ 4 ഇലക്ട്രോൺ ആയില്ലേ? ഈ ഔട്ടർ ഷെല്ലായിട്ടുള്ള മൂന്നാമത്തെ ഷെല്ലിൽ 3d ഓർബിറ്റിൽ അവിടെ വേക്കൻ്റ് ആയിട്ടുണ്ട്, ഇലക്ട്രോണുകളൊന്നും ഇല്ലാതെയുണ്ട് അല്ലേ? അപ്പോൾ ഈ ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്ത ഈ വാലൻസ് ഷെല്ലിനെ, ഔട്ടർ ഷെല്ലിനെയാണ് നമ്മൾ വാലൻസ് ഷെല്ല് എന്ന് പറയുന്നത്. ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യപ്പെട്ട ഈ ഔട്ടർ ഷെല്ലിനെ, വാലൻസ് ഷെല്ലിനെ ഒരുമിച്ച് ചേർത്താണ് നമ്മൾ എന്ത് വിളിക്കുക? വാലൻസ് ബാൻഡ്. ഇവിടെ എനർജി അടുത്തടുത്തായിരിക്കും, അതിനെ ചേർത്തിട്ട് നമ്മൾ എന്ത് വിളിക്കുന്ന? ഒരു ഒറ്റ എനർജി ബാൻഡായിട്ട് കൺസിഡർ ചെയ്യുന്നു. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? വാലൻസ് ബാൻഡ്. ഇലക്ട്രോണുകൾ ഇല്ലാത്ത ഈ ഔട്ടർ ഷെല്ലിലെ ഓർബിറ്റലുകളെ ചേർത്തിട്ട് നമ്മൾ പറയുന്നതാണെന്ത്? കണ്ടക്ഷൻ ബാൻഡ്. ഓക്കെ, അങ്ങനെ എല്ലാ സോളിഡ് എടുത്തു കഴിഞ്ഞാലും ഇലക്ട്രോണുകൾ നിറഞ്ഞ ഒരു വാലൻസ് ബാൻഡ് ഉണ്ടാവും. അതിൻ്റെ എനർജി കുറവായിരിക്കും. പിന്നെ അതിനേക്കാളും കൂടുതൽ എനർജി ഉള്ള വേക്കൻ്റ് ആയിട്ടുള്ള കണ്ടക്ഷൻ ബാൻഡുകളും ഉണ്ടായിരിക്കും. ക്ലിയർ? ഇതാണ് ബാൻഡ് തിയറിയിലെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. എവറി സോളിഡ് കണ്ടെയ്ൻ 2 എനർജി ബാൻഡ്സ്, ഇലക്ട്രോൺ ഫിൽഡ് വാലൻസ് ബാൻഡ് ആൻഡ് വേക്കൻ്റ്, അതായത് ഇലക്ട്രോണുകൾ ഇല്ലാത്ത കണ്ടക്ഷൻ ബാൻഡ്. ബാൻഡ് തിയറി പ്രകാരം ഒരു സോളിഡ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യണമെങ്കിൽ വാലൻസ് ബാൻഡിൽ നിന്നും ഇലക്ട്രോണുകൾക്ക് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ജമ്പ് ചെയ്യാൻ സാധിക്കണം.
So a solid will conduct electricity only when electron jump from valence band to conduction band. ഈ തിയറി ആണെന്ത്? ബാൻഡ് തിയറി. അപ്പോൾ ബാൻഡ് തിയറി പ്രകാരം നമുക്ക് എങ്ങനെ സോളിഡിനെയും കണ്ടക്ടറിനെയും ഇൻസുലേറ്ററിനെയും സെമി കണ്ടക്ടേഴ്സിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോ, ഇത് എനർജി മുകളിലേക്ക് പോകുന്തോറും ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ് ഉള്ളതെങ്കിൽ ഒരു കണ്ടക്ടറിൻ്റെ കേസ് ആണെങ്കിൽ, ആദ്യം നമുക്ക് കണ്ടക്ടറിൻ്റെ കേസ് നോക്കാം. ഒരു കണ്ടക്ടർ ആണെങ്കിൽ അതിൻ്റെ വാലൻസ് ബാൻഡ് ഇതാണെന്ന് വിചാരിച്ചു. ഇതിനെ നമ്മൾ എന്തായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു? വാലൻസ് ബാൻഡ്. ഇതിൻ്റെ അകത്ത് ഇലക്ട്രോണുകളുണ്ട്. ആ ഇലക്ട്രോണുകൾക്ക്, കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ കണ്ടക്ടിവിറ്റി ഉള്ളതല്ലേ, ആ ഇലക്ട്രോണുകൾക്ക് പെട്ടെന്ന് എവിടത്തേക്ക് ജമ്പ് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ മുകളിലുള്ള കണ്ടക്ഷൻ ബാൻഡിലേക്ക്. അതായത് കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിൽ വലിയ എനർജി ഡിഫറൻസ് ഉണ്ടാവില്ല. ഇതിനോട് മെർജ് ചെയ്തിട്ട് തന്നെയായിരിക്കും. ഇവക്കിടയിൽ ഒരു എനർജി ഗ്യാപ്പ് ഒന്നും ഉണ്ടാവില്ല. ഇലക്ട്രോണുകൾക്ക് വാലൻസ് ബാൻഡിൽ നിന്ന് ഇവിടത്തേക്ക് വേഗം ജമ്പ് ചെയ്യാൻ പറ്റും കണ്ടക്ഷൻ ബാൻഡിലേക്ക്. കണ്ടക്ഷൻ ബാൻഡ്, ദർ വിൽ ബി നോ എനർജി ഗ്യാപ്പ്. അഥവാ ഇനി എനർജി ഗ്യാപ്പ് ഉണ്ടെങ്കിൽ തന്നെ വെരി സ്മോൾ എനർജി ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ. ഇങ്ങനെയാണ് നമ്മൾ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുക? കണ്ടക്ടറെ റെപ്രസെൻ്റ് ചെയ്യുക. ഏത് തിയറി പ്രകാരം? ബാൻഡ് തിയറി പ്രകാരം. ഇനി അടുത്തത് നമുക്ക് സെമി കണ്ടക്ടേഴ്സ് ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നോക്കാം. സെമി കണ്ടക്ടേഴ്സ്, വാലൻസ് ബാൻഡിനെ നമുക്ക് ഇതുപോലെ തന്നെ റെപ്രസെൻ്റ് ചെയ്യാം. എനർജി കുറഞ്ഞ ഇലക്ട്രോണുകളുള്ള വാലൻസ് ബാൻഡ്. സെമി കണ്ടക്ടേഴ്സിൻ്റെ പ്രത്യേകത എന്താ? കണ്ടക്ടിവിറ്റി കുറവാണ്. അപ്പോൾ വാലൻസ് ബാൻഡിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് എവിടത്തേക്ക് പോകാൻ കഴിയില്ല, കണ്ടക്ഷൻ ബാൻഡിലേക്ക് ജമ്പ് ചെയ്യാൻ പറ്റില്ല. അവയ്ക്കിടയിൽ എന്തുണ്ടാവും? ചെറിയൊരു എനർജി ഗ്യാപ്പ് ഉണ്ടാവും. കണ്ടക്ഷൻ ബാൻഡ്, there will be small energy gap between valence band and conduction band. Small energy gap. ഓക്കെ, അപ്പോൾ സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞത്? വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ചെറിയൊരു എനർജി ഗ്യാപ്പ് ഉണ്ടാവും. കണ്ടക്ടർ ആണെങ്കിൽ അത് എനർജി ഗ്യാപ്പ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ വളരെ ചെറിയൊരു എനർജി ഗ്യാപ്പ് മാത്രമേ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഉണ്ടാവുള്ളൂ. ക്ലിയർ? അപ്പോൾ സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ കുറച്ചൊരു എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഇലക്ട്രോണുകൾ ഇവിടുന്ന് ഇവിടത്തേക്ക് ജമ്പ് ചെയ്യും, കണ്ടക്ഷൻ ബാൻഡിലേക്ക് വേഗം ജമ്പ് ചെയ്തു പോകും. ടെമ്പറേച്ചറൊക്കെ കുറച്ച് കൂട്ടിക്കഴിഞ്ഞാൽ എനർജി കിട്ടി ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യാം. അപ്പോൾ അന്നേരം അത് കണ്ടക്ട് ചെയ്യും, അതിൻ്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ഇതാണ് സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസ് ബാൻഡ് തിയറി പ്രകാരം. ഇനി ഇൻസുലേറ്റേഴ്സ് ആണെങ്കിലോ? ഇൻസുലേറ്റേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി എങ്ങനെയാണ്? തീരെ ഇല്ല അല്ലേ? അപ്പോൾ ഇൻസുലേറ്ററിൻ്റെ കേസ് ആണെങ്കിൽ ഈ വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോണുകൾക്ക് പെട്ടെന്നൊന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് ജമ്പ് ചെയ്യാൻ സാധിക്കില്ല. കാരണം അവ തമ്മിലുള്ള എനർജി ഗ്യാപ്പ് എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. ഇത് കണ്ടക്ഷൻ ബാൻഡ്. അപ്പോൾ ഇൻസുലേറ്റേഴ്സിൻ്റെ കേസിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ എന്തുണ്ടാവും? ലാർജ് എനർജി ഗ്യാപ്പ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണുകൾക്ക് വാലൻസ് ബാൻഡിൽ നിന്നും എവിടത്തേക്ക് ജമ്പ് ചെയ്യാൻ സാധിക്കില്ല? കണ്ടക്ഷൻ ബാൻഡിലേക്ക് ജമ്പ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഇൻസുലേറ്റേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ബാൻഡ് തിയറി ഉപയോഗിച്ച് നമ്മൾ കണ്ടക്ടറിനെയും സെമി കണ്ടക്ടറിനെയും ഇൻസുലേറ്ററിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണിക്കുക. ക്ലിയർ ആയല്ലോ? ഇത്രയേ ഉള്ളൂ ബാൻഡ് തിയറി. വളരെ സിമ്പിൾ തിയറിയാണ്. എന്തായിരുന്നു തിയറി പറഞ്ഞത്? അക്കോർഡിംഗ് ടു ബാൻഡ് തിയറി there will be two energy bands in solids, electron filled valence band and vacant conduction band. And according to this theory, when an electron jump from valence band to conduction band, we can say that that solid conduct electricity. Okay.